ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോക്കിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും പോളിയോ കൊടുക്കുന്നൊരു ദിവസമല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് നമ്മളത് തുള്ളിമരുന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ അംഗൻവാടിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നോക്കി രാവിലെ തന്നെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കി തുമ്പികളൊക്കെ എൻ്റെ താന്ന് വറക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കയറി വരുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് നോക്കി ഇന്നത്തെ പോളിയോയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തിരക്ക് പിടിച്ച ഡെക്കറേഷൻ പരിപാടിയിലാണ് നമ്മളെന്തായാലും ഫസ്റ്റിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ ആവണിക്കുട്ടി ആയിരിക്കും ഉദ്ഘാടനം എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ ഒരു സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിനി ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് സെൻറ്റർ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളിന്ന് പോളിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആവണിക്കുട്ടിക്ക്. അപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ ബലൂണൊക്കെ പിടിച്ച് ഇതാ നല്ല ഹാപ്പി ആയിട്ട് പോളിയോ എടുക്കാൻ വേണ്ടി നിൽക്കോട്ടെ എൻ്റെ ആവണിക്കുട്ടി. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ പോളിയോ കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കളെയും നിർബന്ധമായിട്ടും കൊണ്ടുപോയിട്ട് പോളിയോ കൊടുക്കണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബൂത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ പോളിയോക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സൈഡിലാണെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് വാശിയേറിയ ബലൂൺ വീർപ്പിക്കലാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബലൂൺ ഇതാ ഞങ്ങൾ വീർപ്പിച്ചതിനനുസരിച്ച് പൊട്ടിപ്പോകുന്നുണ്ട്. വേറെ നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലായതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ബലൂൺ വീർപ്പിക്കും, ഒരു സൈഡിൽ നിന്നാണെങ്കിൽ പടപടേന്ന് പൊട്ടുന്നുണ്ട്. നമ്മുടെ ആവണിക്കുട്ടി ഇതാ ബലൂണൊക്കെ പറന്ന് പോണതൊക്കെ ഓടിച്ചാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴേ നമ്മുടെ ആവണിക്കുട്ടി ഓരോ ബലൂൺ എടുത്തിട്ട് ഓടി ഓടി പുറത്തേക്ക് പോട്ടോ. അവൾ പോകുന്ന അതേ സ്പീഡിൽ കാറ്റും വരും. അവളുടെ കയ്യിൽ നിന്ന് ബലൂണൊക്കെ തട്ടിപ്പറിച്ച് കാറ്റ് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ പുറകെ ഓടി ബലൂണിന് ഓടി പോയിട്ട് പിടിക്കലാട്ടോ ആളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഒരെണ്ണത്തിന് ഞങ്ങളിതാ പിടിച്ചിട്ട് വന്നിട്ടുണ്ടേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഓടി ഓടി ഒരു വഴിയാവും. അതേപോലെ തന്നെ ഇപ്പോഴും ചില പാരൻസിൻ്റെ ഉള്ളിൽ ചെറിയൊരു തെറ്റിദ്ധാരണയും പേടിയൊക്കെ ഉണ്ടാവും. ഒരു പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നതിലൂടെ വേറെ എന്തെങ്കിലും ഡിസീസ് വരുമോ, അതെന്തെങ്കിലും പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പോളിയോ 2 തുള്ളി തുള്ളിമരുന്ന് കൊടുക്കുന്നതിലൂടെ പോളിയോ മൈലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു മാരക ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടയാനുള്ളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 തുള്ളി പോളിയോ തുള്ളിമരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് പോളിയോ തുള്ളിമരുന്നൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞൊരു 60 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് സേഫാണ്. കാരണം അത്രയും സേഫ് ആയതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 60 വർഷമായിട്ടും കൊടുത്തിട്ടും കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യ രാജ്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ തുടച്ച് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സേഫായിട്ട് തന്നെ നേരിടണം. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത്. കൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് തുള്ളിമരുന്നൊക്കെ കൊടുക്കുക. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ബലൂണുകളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ഒരാൾ അതിൻ്റെ പൊക്കത്ത് വലിഞ്ഞ് ചെയ്തിട്ട് പിന്നെ ഇതാ വീണ്ടും താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ കയറി വരുന്ന ഒരു എൻട്രൻസിൽ, അതായത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ആർച്ചിൻ്റെ സെറ്റപ്പിലാട്ടോ കുറേ ബലൂണുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കി കാറ്റ് നല്ല ശക്തി തന്നെയാട്ടോ വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റ് കുറേ ബലൂൺ നമ്മുടെ പറത്തി കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുള്ള തോരണം പോലുണ്ടല്ലോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ആയാലും കുറേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ഘട്ടമാകുമ്പോഴത്തേന് എത്രത്തോളം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പിന്നെ ഇതാ ഇടയ്ക്ക് വെച്ചിട്ട് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കേട്ടോ അംഗൻവാടി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് പൂച്ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അംഗൻവാടിയുടെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിക്കാം. ഇങ്ങനെ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടിയുടെ കയ്യിലുള്ള ഒരു ബലൂൺ കൂടി ഇതാ കാറ്റ് പറത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബലൂണിനെ എടുക്കാൻ വേണ്ടി അമ്മാവാ എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചിട്ട് ഇതാ പോണ പോക്കാണ്. അപ്പോൾ നോക്കട്ടെ എവിടെയാണ്. ആ ഗ്യാപ്പിലാണ് പോയിരിക്കുന്നത് ആൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ആ ഒരു ബലൂൺ ഒന്ന് പറഞ്ഞു പോയത് എടുക്കട്ടെ. പിന്നെ നോക്കിയപ്പോഴാണെങ്കിൽ കുറച്ച് ബലൂൺ കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബലൂൺ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡെക്കറേഷൻ പരിപാടികൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കട്ടോ. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി ഫസ്റ്റ് ഉദ്ഘാടനം കഴിച്ചോട്ടെ. ഞങ്ങളിതാ പോളിയൊക്കെ എടുത്ത് നല്ല അനുസരണയോട് നോക്കി ഒതുങ്ങി വായൊക്കെ തുറന്ന് നല്ല മിടിക്ക് കൂടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോളിയോ മാത്രമല്ല കേട്ടോ എടുത്തത്, ഞങ്ങളിത് ഓട്ടും ചെയ്തിട്ടുണ്ട്. അതായത് പോളിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ കൈയുടെ ആ ഒരു കുഞ്ഞു വിരലിൽ ഒരു മഷി പതിപ്പിക്കുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നെയിൽ പോളിഷ് ഇടാന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തോടെ ആ കൈയുടെ വിരലൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങൾ പോളിയോ എടുക്കൽ കംപ്ലീറ്റ്. സൂപ്പർ കണ്ടു. പിന്നെ നമ്മുടെ കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് പോളിയോ എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആളോട് ഇതാ പോളിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും കേട്ടോ അമ്മയുടെ മടിയിൽ. ഈ ഒരു പോളിയോ എന്ന് പറഞ്ഞാൽ അത് അത്രയും നല്ല മാരക രോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഈ ഒരു വാക്സിൻ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെ എടുക്കും. ഒരാൾ നോക്കിയാൽ പോളിയൊക്കെ എടുത്തുള്ള സന്തോഷത്തിൽ എല്ലാവർക്കും വിരലൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ ചലനശേഷി വരെ നഷ്ടപ്പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മാത്രമല്ല അത്
ഹൈജീൻ ഇല്ലാത്ത സിറ്റുവേഷനിലൂടെയൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ. കാരണം നമുക്കിന്ന് പോയിട്ട് പണിക്ക് ആളുടെ നമുക്കിനി വീട്ടിൽ പോയിട്ട് ഒരുപാട് പണികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു വാവേനെ കിട്ടിയിട്ടുണ്ട് ടൗണിക്കുട്ടിക്ക്. അപ്പോൾ ആളുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളി തന്നെയായിരുന്നു. ഇനി ഞങ്ങളിത് അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒരാൾ ഓടി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല കേട്ടോ, പോളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മിഠായി വാങ്ങി വെച്ചിട്ട് അപ്പോൾ മിഠായി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓടി ഉള്ളിൽ പോയിട്ട് എന്താ പിള്ളേർക്ക് മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആവണിക്കുട്ടിക്കായാലും കൈ നിറച്ച് മിഠായി കൊടുത്തിട്ട് ആളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് പോകുക കേട്ടോ മിഠായിയൊക്കെ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും ഇത്രയും നേരമായിട്ട് വെയിലിന് ഒരു ശമനവും ഇല്ല. എന്തായാലും നമ്മൾ പോളിയൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പോളി എടുത്തത് സമയമായിരിക്കും എതിർത്തിലാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടും നമ്മുടെ അംഗൻവാടി ഉള്ളത്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് അംഗൻവാടി പ്രവർത്തനം ഇല്ലാതുകൊണ്ട് കൂട്ടി കിടക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ കൂടെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ അംഗൻവാടി ഉള്ളത്. ഇവിടെ തൊട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടിങ് ഏരിയ പോലെ നല്ല ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസാണ് നമ്മുടെ അംഗൻവാടിയുടെ ചുറ്റുള്ളത്. നമുക്ക് ഒരുപാട് തുമ്പികൾ ഇങ്ങനെ താന്ന് പറക്കോട്ടെ. എന്നാണെങ്കിൽ നല്ല വെയിൽ തന്നെ നമ്മൾ വന്നപ്പോൾ തുടങ്ങിയൊരു ടൈം വരെ നല്ല വെയിൽ തന്നെയാണ്. അപ്പം മേലും നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ നല്ല അതിമനോഹരം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല.